നമസ്കാരം, ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറച്ച് ദിവസത്തിന് ശേഷം, ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ ഒരു പോരാട്ടമായിരുന്നു ഇത്ര ദിവസം നടന്നുകൊണ്ടിരുന്നത്. ഈ യാത്ര ഉണ്ടാവുമല്ലോ, അതിന്റെ ഇടയിൽ തപ്പിപ്പിടിച്ച് ജയശങ്കർ സാർ വന്നു. അതുണ്ടായിരുന്നു, അതിന്റെ ഇടയ്ക്ക് പോകണം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം വരുന്നതുകൊണ്ടാണ്. ഞങ്ങളിപ്പോ നിങ്ങൾ വെൽ എക്സ്പീരിയൻസ്ഡ് ആയി. അതെ, അതിലേക്കൂടെ ആൾക്കാർ വന്നിട്ടുണ്ട്, പ്രേക്ഷകർ ഞങ്ങളുടെ അതും കാണാൻ തുടങ്ങി. നിങ്ങളുടെ ഇപ്പം നമ്മൾ ചെയ്യുന്നേക്കാളൊക്കെ നിങ്ങളുടെ പലപ്പോഴും കയറി വരുന്നുണ്ട്. 3 വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത്തേത് നഗരസഭയിൽ അവിടെ നടന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ. രണ്ടാമത്തത് ശബരിമല അയ്യപ്പ മോഷണ കേസിലെ വീണ്ടും പ്രശാന്ത് മൃതിയാണ്. മൂന്നാമത്തെ നേഴ്സുമാരുടെ സമരം. ഈ ഇന്ന് എന്താണ് കോർപ്പറേഷൻ നടന്നത്, അത് വിശദീകരിക്കും. ഈ കോർപ്പറേഷൻ ഈ കഴിഞ്ഞ ദിവസം നടന്നതിന്റെ തുടർച്ചയായതെല്ലാം. ഇപ്പൊ നമുക്കറിയാം, വാഴോട്ട് പോകണം വാർഡിലെ കൗൺസിലറാണ് സുഗതൻ, കാപ്പാ കേസ് പ്രതിയാണ്. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ ഈ സുഗതനെ രാജിവെക്കണം, സുഗതനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഇവര് കുറെ ദിവസമായിട്ട് നടക്കുകയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം നടക്കുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അവിടെ അടിപിടി ഉണ്ടായത്. അന്ന് ഇവരെ ഉപരോധിച്ച് കഴിഞ്ഞ് CPM എല്ലാം കൂടെ ഉപരോധിച്ച സമയത്ത് ഈ മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാം കൂടെ വന്ന് കുന്തും തള്ളും പിടിവലി, എല്ലാവർക്കും പരിക്കുണ്ടായിരുന്നല്ലോ. അതിൽ തന്നെ 3 CPM-ന്റെ കൗൺസിലർമാർക്ക് നല്ല പരിക്കാണ്. അപ്പോൾ ഇന്നാണ് അതിനുശേഷം ഒരു കൗൺസിൽ യോഗം നടക്കുന്നത്. അതായത് 45 ദിവസത്തിന് ശേഷമാണ് കൗൺസിൽ യോഗം. എല്ലാ മാസം നടക്കുന്നതാണ്. പക്ഷേ ഇത് BJP തന്ത്രപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം സുഗതൻ ഇതിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ മൂന്നാമത്തെ പങ്കെടുത്തില്ല കുഴപ്പമാകും. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വേണമെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് വിളിപ്പിക്കാം. ഇവരെല്ലാം കൂടെ ഒപ്പിട്ട് കൗൺസിൽ യോഗം വിളിക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചേ പറ്റും. പ്രതിപക്ഷം മൊത്തം കൂടെ ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ ഇന്ന് നടന്ന എന്താന്ന് വെച്ചാൽ, ഈ ഹാജര് ബുക്ക് BJP-ക്കാർ മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. സുഗതൻ ഒപ്പിടാൻ വേണ്ടി മാറ്റി വെച്ചു. ഇതിനകത്ത് ഒപ്പ് രേഖപ്പെടുത്താൻ മാറ്റി വെച്ചു. പിന്നെ സുഗതനെ കൊണ്ട് ഒപ്പിടിക്കുന്നു. അത് നടക്കുകയല്ല. എന്നാൽ പോലും അങ്ങനെ ഇത് മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. എന്തായാലും അത് വെച്ചിട്ട് ഈ ഇവർ തമ്മിൽ ഹാജര് ബുക്കിന് പിടിവലിയായി. ഇത് കോൺഗ്രസ്സുകാരെടുത്ത് ഒപ്പിട്ടപ്പോൾ ഈ ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന BJP-യുടെ കൗൺസിലർ, ഇവരെ പിന്നെ നമ്മുടെ ശബരിനാഥനെ, അദ്ദേഹത്തിൻ്റെ കൂടെ 3-4 വനിതാ കൗൺസിലർമാർ, ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. വനിതാ കൗൺസിലർമാരെ ഉദയൻ തല്ലിയെന്നായി, ഉദയനെ യുവമാർ തല്ലിയെന്നും പറഞ്ഞ് ഇവർ തല്ലിയെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ബഹളമായി. ഇതിനിടയ്ക്ക് വീൽ ചെയറേ വന്ന കൗൺസിലർമാരൊക്കെ ഉണ്ട്. ആ സിന്ധു ശശി എന്ന് പറഞ്ഞ CPM-ന്റെ ഒരു കൗൺസിലർ തല പൊട്ടിയത് മാത്രമല്ല, ഒരു മൊത്തത്തിൽ ഇങ്ങനെ സിനിമ കാണുന്ന പോലെ ജഗതിയൊക്കെ വരുന്ന പോലെയാണ് ഈ വീൽ ചെയറിൽ വന്നിരിക്കുകയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ഇന്നിപ്പോൾ എന്താ പറ്റി, അതിനിടയ്ക്കൂടെ അജണ്ട എല്ലാം ഒരു പാസ്സാക്കി സംഗതി പറത്തി വിട്ടു. അതിനുശേഷമാണ് ഈ ഹാജര് ബുക്കിന് പിടിവലി നടന്നത്. അപ്പോൾ അവസാനം ഹാജര് ബുക്ക് എല്ലാവരും എടുത്ത് വെച്ച് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പോലീസ് വരികയും ചെയ്തു. അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതിനകത്ത് 2-3 കാര്യങ്ങളുള്ളത്. ഒന്ന്, സുഗതന് ഈ കഴിഞ്ഞ ഒരു തവണയൊക്കെ മിസ്സായിരുന്നുള്ളൂ. രണ്ടാമത് ഇപ്പം മിസ്സായി. ഇനി ജൂലൈയിൽ അവസാനത്തേക്ക്, ഇപ്പൊ ഇതിപ്പോ ജൂൺ അവസാനമായി. ജൂലൈ നടത്താൻ പോകുന്ന സാധനത്തിന് മുമ്പ് ഇനി 10-30 ദിവസമുണ്ട്. ഈ 30 ദിവസത്തിന് മുമ്പ് ഇയാൾക്ക് ജാമ്യം കിട്ടിയാൽ പ്രശ്നം തീർന്നു. അല്ല, വേറെ വിഷയമുണ്ട്. ഈ 4 ആഴ്ചയാണ് സമയം. മറ്റേ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യണം. ഇദ്ദേഹം പണ്ട് ബലിദാനിയുടെ പേരിലെങ്ങാണ്ട് 4 ആഴ്ച ഉണ്ട്. ഇതിനിടയ്ക്ക് സത്യപ്രതിജ്ഞയ്ക്കായിട്ട് അദ്ദേഹത്തിനൊരു കോടതി ജനം തെരഞ്ഞെടുത്ത ഒരു സ്ഥാനാർത്ഥി, അയാൾക്ക് ഇതനുസരിച്ച് ഒരു ഉറപ്പായിട്ടും കൊടുക്കും. അത് കിട്ടും. പക്ഷേ ഇതിനിടയ്ക്കൂടെ ഇത് ഇപ്പം വേറൊരു പ്രശ്നം ഇതിനിടയ്ക്ക് നടന്നു. ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ അവിശ്വാസം കൊണ്ടുവരാൻ നീക്കം നടന്നു. അവിടെ CPM-ലെ ഗ്രൂപ്പിസം കാരണം ആ സംഭവം പൊളിഞ്ഞുപോയി. അല്ല, അതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനകത്തൊക്കെ ഇനി വേറെ കുറച്ചുകൂടെ വൈഡ് ആംഗിളിൽ കാണണം. ഞാൻ ഇന്ന് വളരെ ഗൗരവത്തോടെ നോക്കുന്ന ഒരു സാധനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ BJP-ക്ക് ഓരോ സ്ഥലത്ത് ഓരോ സ്ട്രാറ്റജിയാണ്. അതെ. അപ്പം കേരളത്തിൽ അവരെ BJP, മോദി, മറ്റേ വികസനം, ഇങ്ങനെ ഒരുപാട് സ്ട്രാറ്റജി, ഈവൻ സുരേന്ദ്രനൊക്കെ ഇറക്കി ശബരിമല, അതുപോലെ തന്നെ പലതും പരിശ്രമിച്ചു. ഒന്നും ക്ലിക്കായത് വ്യക്തി കേന്ദ്രീകൃതമായ നീക്കങ്ങളാണ്. അത് അങ്ങനെയാണല്ലോ അവരെല്ലാം ജയിച്ചത്. ഉദാഹരണത്തിന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രമാണ്. അതെ. അവിടെ തൃശ്ശൂർ ഒരു BJP-യുടെ മറ്റേ തിരുവനന്തപുരമോ ആറ്റിങ്ങലോ പോലത്തെ മണ്ഡലമല്ല. അതെ. അവിടെ സുരേഷ് ഗോപിയെ എടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം ജയിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഇത്തവണ നേമത്തും ഈ പറയുന്ന കഴക്കൂട്ടത്തും എന്തിനേറെ ചാത്തന്നൂരും ജയിക്കുന്നത്. അപ്പൊ ഈ BJP എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിരവധി നേതാക്കളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അതെ. ഈ നേതാക്കളെ സൃഷ്ടിക്കുന്ന ഈ ലീഡേഴ്സ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ അവരുടെ മുമ്പിൽ ഏറ്റവും ഹോട്ടായിട്ട് വന്നിരിക്കുന്ന ആളാണ് VV രാജേഷ്. സത്യത്തിൽ രാജേഷ് മേയറാകുന്നത് വരെ BJP-യുടെ ഒരു കേരളത്തിന്റെ ഒരു മുഖമായിരുന്നില്ല. ഒരു പ്രാദേശിക നേതാവ്, അത്രേ ഉള്ളൂ. ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് വിവാദങ്ങളിൽ ചെന്നു. പക്ഷെ രാജേഷിനെ നമ്മൾ ജ്യോതികുമാർ ചാമക്കാലയുടെ ഇമേജ് ആയിരുന്നു. ഒരു ഒട്ടക്കന്റെ ഇമേജ് ആയിരുന്നു. ഒരു നല്ല ഇമേജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് രാജേഷ് വട്ടിയൂർക്കാവ് മത്സരിച്ച് വോട്ട് കുറഞ്ഞു പോയത്. നെടുമങ്ങാട് കൂടിയെങ്കിലും വട്ടിയൂർക്കാവ് വോട്ട് കുറഞ്ഞു പോയത്. പക്ഷെ ഈ രാജേഷിനെ
മേയർ ആക്കിയതോടുകൂടി ടോട്ടലി പിക്ചർ മാറുവാണ്. കാര്യക്ഷമത, ഒരു ഭരണാധികാരി എന്ന നിലയിൽ രാജേഷിന്റെ കാര്യക്ഷമതയ്ക്ക് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടി. അത് മാത്രമല്ല ഇവരുടെ അഴിമതി എല്ലാം പൊക്കി പുള്ളി. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രാജേഷ് വെറുതെ വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, ഇല്ല, വെറുതെ ആളുകളെ ആരോപിക്കാൻ പോകുന്നില്ല, ആവശ്യമില്ലാതെ വർത്താനം പറയാൻ പോകുന്നില്ല. പക്ഷേ A to Z കൃത്യം പാത തെളിച്ചങ്ങ് പോവുകയാണ്. അപ്പം ഈ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു സംഭവം, ഈ നഗരസഭ ഈ 50 കൊല്ലമായിട്ട് ഇവരുടെ കയ്യിലായിരുന്നു. ഈ 50 കൊല്ലമായിട്ട് നഗരസഭയിലെ എല്ലാ സ്ഥലങ്ങളും ഇവർ പ്രൈവറ്റ് പാർട്ടികൾക്ക് CPM-കാർ ലേലത്തിന് വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. അതെ, മാർക്കറ്റ്, ചാല മാർക്കറ്റ് സഹിതം. ചാലയല്ല, ഈ പാളയം കാണാൻ എനിക്കറിയില്ല. അപ്പൊ ഈ പാളയം മാർക്കറ്റിലൊക്കെ ഇവർ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും, എന്നിട്ട് ഇവർ വാടകയ്ക്ക് കൊടുക്കും. ഇവര് ഗുണ്ടാപ്പിരി വേറെ. അതായത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഈ CPM-കാർ ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം നടത്തും, അവര് വാടകയ്ക്ക്, എന്നിട്ട് ഇവരങ്ങ് വാടകയ്ക്ക് കൊടുക്കും. കോർപ്പറേഷന് വരുമാനമുള്ള ബന്ധമില്ല. മറ്റൊന്ന്, ഒരു മീൻകാരി പറഞ്ഞ കഥയാണ്. ഒരു മീൻകാരി 500 രൂപ കൊടുക്കണം അവര് മീൻ വിൽക്കണമെങ്കിൽ. ഈ 500 ആർക്ക് കൊടുക്കുന്നത്? കോർപ്പറേഷൻ അല്ല, ഈ ഗുണ്ടകൾക്ക് കൊടുക്കണം. ഈ ഗുണ്ടകൾ ആരാണ്? CPM ആണ്. ഇത്തരത്തിൽ അനധികൃതമായി എല്ലാം പൊളിച്ചടുക്കി ഭയങ്കരമായിട്ട് അവിടെ ക്ലിയർ ആക്കി. അതുപോലെ തന്നെ ഇവർ വന്ന ഉടനെ ഉണ്ടായ ഒരു സംഭവം, ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് പാർക്കിംഗ്, അതെ, നഗരസഭയുടെ സ്ഥലത്ത് പാർക്കിംഗ് നടക്കുന്നു, എന്നിട്ട് അതിന് പൈസ 250 രൂപ മേടിക്കുന്നു. കൂടിയ പരാതി വന്നിട്ട് ആരോ ഒരാൾ കൂടുതൽ പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ നഗരസഭ അറിഞ്ഞിട്ടില്ല ഇത് പാർക്കിങ്ങിന് കൊടുത്തേ. കാലാകാലങ്ങളായി CPM-കാർ ഇത് വാടകയ്ക്ക് കൊടുത്തിട്ട് കാശുണ്ടാക്കിയ ഈ പൊട്ടന്മാരെ വീണ്ടും തുടർന്നു. ഇത്തരത്തിൽ അഴിമതി. അതുപോലെ തന്നെ ആ ഒരു വിഴിഞ്ഞം ഭാഗത്തെ ഒരു ഫ്ലാറ്റ് സമുച്ചയം അത് മൊത്തം ഇടിഞ്ഞു പോയി, വണ്ടയ്ക്ക് കയറി, ഇത് ജനലൊക്കെ ചവിട്ടി അകത്ത് കയറി. ആ അർത്ഥത്തിൽ അടിമുടി മാറ്റം വരുത്തുന്നു, വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നു, മറ്റേ കുടിവെള്ള പ്രശ്നത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും ശുചീകരണം. ഇവിടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നം എന്ന് പറഞ്ഞാൽ മാലിന്യ പ്രശ്നം. അത് ആയില്ല. അതിന്റെ ചർച്ചകളും സാധനങ്ങളും എത്തുന്നു. പിന്നെ നായകൾ, തെരുവ് നായ ശല്യത്തിന് നിയന്ത്രണം ഉണ്ടാക്കുന്നു. ഇങ്ങനെ തിരുവനന്തപുരം നഗരത്തെ കയ്യിലെടുത്തുകൊണ്ട് രാജേഷ് മുമ്പോട്ട് പോകും. CPM-ന് ഉറക്കം കിട്ടും. അങ്ങനെയാണ് അവർ വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന കോൺഗ്രസ് ആണ്. CPM ഇപ്പൊ ഇച്ചിരി മൗനത്തിലാണ്. പക്ഷെ കോൺഗ്രസ് ഇപ്പൊ ശബരിനാഥന്റെ നേതൃത്വത്തിലാണ് ഇവർ അഗ്രസീവായിട്ട്. ഇവരാണ് ഈ അവിശ്വാസത്തിന് ശ്രമിച്ചത്. പക്ഷേ അത് ഞങ്ങൾ പിന്തുണ കൊടുക്കുമെന്ന് ശിവൻകുട്ടി പറഞ്ഞു. പക്ഷെ ജില്ലാ സെക്രട്ടറി V. ജോയി ആണല്ലോ, അയാൾ പറഞ്ഞു ഞങ്ങളൊരു പരിപാടിക്കും ഇല്ലാതെ. അല്ല, അതെന്താണെന്നറിയാമോ? ഇപ്പോ അവിശ്വാസം കൊടുത്ത് പാസ്സായെന്ന് വെച്ചു, പാസ്സാവത്തില്ല. കാരണം ഒന്ന്, അവിശ്വാസം വോട്ടിനെടുക്കും 34 പേരുടെ പിന്തുണ വേണം. 2, അവിശ്വാസം ഈ 50 ഇവർക്ക് എന്നാലും 50 ഉള്ളൂ. ഈ സുഗതൻ ഇല്ലെങ്കിൽ പോലും ഈ സ്വതന്ത്രന്റെ പിന്തുണ BJP-ക്കാണ്. നമ്മുടെ രാധാകൃഷ്ണൻ, അതെ, നമ്മുടെ അപ്പോഴും 50-49 നിൽക്കുന്നു, 50-49 കിട്ടത്തുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പശ്ചാത്തലത്തിൽ 50-50 നിൽക്കത്തുള്ളൂ. അല്ല, ഒരു സ്വതന്ത്രനുണ്ട് UDF-ൽ, അയാൾ ഇതിന് എതിരാ. UDF-ന്റെ ഒരു സ്വതന്ത്രൻ സുധീഷ് ഉണ്ട്, കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം ഇതിനെതിരാ, അദ്ദേഹം ഈ അവിശ്വാസം കൊടുക്കുന്നതിന് എതിരാ. അയാൾ വിമതനായിട്ട് മത്സരിച്ച് ജയിച്ച ആളാണ്. അപ്പൊ അയാൾ ചിലപ്പോൾ തിരിച്ചു, അയാൾ ഇപ്പുറത്ത് നിൽക്കും. അപ്പൊ അതാണ് അവരുടെ പ്രശ്നം. എന്ന് മാത്രമല്ല, ഇവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ UDF-ഉം LDF-ഉം ഒരുമിച്ച് നിന്നുകൊണ്ട് രാജേഷിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ രാജേഷിന് അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. മേയർ നല്ല മേയറാണെന്നും മേയറെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തോന്നലുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ച് ഇതങ്ങ് പിരിച്ചുവിട്ടെന്ന് വെച്ചോളൂ. പിരിച്ചു വിട്ടിട്ട് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ 101 സീറ്റല്ലേ ഉള്ളേ, 101 സീറ്റിൽ 70 സീറ്റും BJP കൊണ്ടുപോകും. അതിന് യാതൊരു സംശയം. ഇത് CPM-ന് അറിയാം. അതുകൊണ്ടാണ് അവർ നിൽക്കാൻ. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം പടിപടിയായി നാറ്റിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അതെ, അതിനുവേണ്ടിയാണ് ഇന്ന് അവർ ഈ ആളിനെ എല്ലാം ഈ ആശുപത്രി കിടന്ന ആൾക്കാരെ, ഈ പെടലിക്ക് സാധനം ആൾക്കാരെ വരെ ഇറക്കി ബഹളം ഉണ്ടാക്കിയത് അവിടെ വിഷയം ഉണ്ടായത്. എന്തായാലും ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം, ഈ വിവാദങ്ങളെല്ലാം രാജേഷിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞ ദിവസം രമേശാണ് പറഞ്ഞു, അവിടോട്ട് കയറി വരുന്നു ഒരാൾക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ ഫീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, ഏതോ ഒരു പ്രമുഖ സ്കൂളിൽ 70,000 രൂപയും കണ്ട് അടയ്ക്കണം. പുള്ളി ഉടനെ തന്നെ സ്കൂളിൽ വിളിച്ചു, ഇവർക്ക് പൈസ ഇല്ല, ഫീസ് തരാൻ. അവരപ്പോൾ അത് 35,000 രൂപയ്ക്ക് കൊടുത്തു. ഉടനെ തന്നെ വേറൊരാളെ വലിയ വ്യവസായി വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഒരാൾ വരുന്നു, അവർക്ക് ഫീസ് അടയ്ക്കാനുള്ള പൈസ കൊടുത്തു. അവരപ്പം ഈ മേയർ കെയർ പറഞ്ഞ പദ്ധതി തുടങ്ങി. 5000 പിള്ളേർക്കാണ് പുള്ളി മറ്റേ എല്ലാ കിറ്റും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. അതിന്റെ ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ട് ഇല്ലാത്തവരെ സഹായിക്കുകയാണ്. രാജേഷിനും ഭയങ്കര ഐഡിയ ആണ്. സ്പോൺസർമാരെ കണ്ടെത്തി പുള്ളി അത് ചെയ്യുന്നുണ്ട്. അത് പുള്ളി നേരിട്ട് മേടിക്കുമല്ല, അവരെ പറഞ്ഞു മേടിച്ചു കൊടുപ്പിച്ചോളൂ. അപ്പൊ പിന്നെ ഇതുമില്ലല്ലോ, വിവാദമില്ലല്ലോ. അതാണ് എന്തായാലും ഈ വിവാദം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ, ഈ വിവാദം VV രാജേഷ് എന്ന് പറയുന്ന നേതാവിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും, ജനകീയനാവും. BJP-യുടെ
തിരുവനന്തപുരം നഗരത്തിലെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ഇത് തകർക്കാൻ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം. വി ഡി സതീശൻ എങ്ങനെയാണോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, അങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി വി രാജേഷ്. നമുക്ക് ശബരിമലയിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതിലേക്ക് പോകാം. ഇപ്പൊ ഇതാണ് കഴിഞ്ഞ വർഷത്തെ കട്ടളപ്പാളി കൊണ്ടുപോയല്ലോ, സ്വർണം പൂശാൻ കൊണ്ടുപോയി. ആ കേസിൽ PS പ്രശാന്തിന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രതിയായി. അതായത് ഈ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പവും ഇളക്കി 2019 മോട്ടിച്ചു. അതുകൊണ്ട് കൊണ്ടുവച്ചിട്ട് ഇതിന്റെ നിറം മാറുമ്പോ, അതായത് സ്വർണം മാറി ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു വീണ്ടും കൊണ്ടുവരാൻ. ഇതിന് ഗ്യാരണ്ടി 2018 കൊണ്ടുപോയപ്പോൾ ഈ സ്വർണം പൂശിക്കൊണ്ട് വന്നപ്പോ ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ ആ ഗ്യാരണ്ടി പ്രകാരം ഇതിന് തിളക്കം കുറഞ്ഞു. അപ്പൊ ഗ്യാരണ്ടി ഉള്ളത് ഇയാളാണല്ലോ, പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ. അയാളുടെ കൈ വീണ്ടും ഇത് പൂശാൻ കൊടുത്തു വിടുന്നു. അപ്പോൾ അതിനകത്ത് വിശ്വാസവഞ്ചനയ്ക്കും വ്യാജരേഖ ചമയ്ക്കലിനുമാണ് ഇപ്പൊ പ്രശാന്തിനെ. അതായത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, 2019 മോഷണം നടക്കുന്നു. അതിനുശേഷം ഇത് സ്വർണമല്ല എന്ന് ആളുകൾ അറിയാതിരിക്കാൻ ഈ പൂശി ഇതിന്റെ തിളക്കം കൂട്ടിക്കൊണ്ടിരിക്കും. ആ പൂശാൻ വേണ്ടി ഇതിനു മുമ്പ് 2023 കൊണ്ടുപോയി. അത് തിരിച്ചു കൊണ്ടുവന്നു. 2025 വീണ്ടും കൊണ്ടുപോകാൻ ഇളക്കി വെച്ചപ്പോഴാണ് വിവാദം ഉണ്ടാവുന്നതും അല്ല, ഇത് കൊണ്ടുപോയി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയത്, പിന്നെ ജയറാമിന്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് ഇത് പണ്ട അത് പൂശി തിരിച്ചു കൊണ്ടുപോകും. അല്ല, അത് ആദ്യം 2019 ജയറാമിന്റെ അടുത്ത് പോയി എനിക്ക് തോന്നുന്നത്. ഇത്തവണയാണോ? ഇത്തവണയാണോ? എന്തായാലും അത് തിരിച്ചു കോടതി ഉത്തരവ് പ്രകാരം തിരിച്ചു കൊണ്ടുവന്ന് നിയമവിരുദ്ധമാണെന്ന്. ഈ കൊടുത്തുവിട്ടതിൽ പ്രശാന്തിനും പങ്കുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇയാൾ മോഷണത്തിൽ പങ്കില്ല. മോഷണം പിടിക്കപ്പെടാതിരിക്കാൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് പൂശാനായിട്ട് കൊടുത്ത് ഇത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. അതാണ് വിശ്വാസവഞ്ചന. അത് തന്ത്രിയുണ്ട്, ഈ രാജീവരുണ്ട്, പിന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, പഴയ ടീമുകളെല്ലാം ഉണ്ട്. ബോർഡ് മാറിയെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ പ്രസിഡന്റ് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ, ഈ അംഗങ്ങളുടെ പേര്. പക്ഷെ അതിലൊരു അംഗത്തെ പ്രതികരിക്കണമെന്നും പറഞ്ഞ് സന്തോഷ് കുമാറിനെ പ്രതികരിക്കണമെന്ന്. അല്ല, അവരുടെ പേര് അല്ല, സ്വാഭാവികമാണല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ PS പ്രശാന്ത് ആദ്യം അറസ്റ്റിലാകപ്പെടും. സ്വാഭാവികമായും പ്രശാന്തിന്റെ മൊഴി ഞങ്ങൾ മൂന്നോട് കൂടി ആ തീരുമാനം ആ മറ്റു രണ്ടുപേരും പ്രതികരിക്കപ്പെടും. ഇവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടും. ഇവരും 90 ദിവസം അകത്ത് കിടക്കേണ്ടി വരും. കാരണം ഇവരെല്ലാം കോൺഗ്രസ് ആലോചിക്കും. നെടുമങ്ങാട് കഴിഞ്ഞ തവണ സീറ്റ് കിട്ടിയിട്ട് 2016 നെടുമങ്ങാട് സ്ഥാനാർത്ഥിയായിരുന്നു, തോറ്റുപോയി കഴിഞ്ഞ് നേരെ ഇവിടോട്ട് ചേർന്നു. പിണറായി വിജയൻ അപ്പം തന്നെ പുള്ളിയെ പിടിച്ചേക്ക് പ്രസിഡന്റ് ആക്കി. ഈ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞ് ഇദ്ദേഹത്തെ കുറിച്ച് വലിയ ആരോപണം വരുന്നായിരുന്നു. ഇയാളുടെ കടമല്ല ഇയാൾ വീട്ടിൽ നമ്മൾ വാർത്ത കൊടുത്തതാണ്. അത് കോടിക്കണക്കിന് രൂപയുടെ വീടാണ്. അപ്പൊ അത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ്. അപ്പൊ എന്താണെങ്കിലും ശരി, ഇവിടെങ്ങാണ് നിന്ന് ആ നെടുമങ്ങാടും ഒക്കെ നിന്നിരുന്ന് ചിലപ്പോ ഇല്ല, ഇത്തവണ എവിടെങ്കിലും വേറെ അടുത്ത് മാറിയൊക്കെ എന്നൊക്കെ ജയിച്ചൊക്കെ പോകേണ്ട ഒരു ഒരാളായിരുന്നു. ഇതിപ്പോ അകത്ത് പോയി കിടക്കാനാണ് യോഗം. ഇനി മുൻകൂർ ജാമ്യത്തിനും അതിനും ഇതിനുമൊക്കെ പോകണം. പക്ഷെ അതിനു മുമ്പ് ഇവർ SIT തൂക്കാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് ഇവർ പ്രതി ചേർത്താൽ പിടിച്ചിരിക്കും. അതുകൂടെ വന്നു കഴിയുമ്പോൾ മാത്രമല്ല, കോടതി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇവരെ എന്താ പിടിക്കാത്തതെന്ന് ചോദ്യം വരും. ഉറപ്പായിട്ടും അയാളെ പിടിക്കും, അതിന് ആ ഒരു സംശയവുമില്ല. എന്തായാലും ചുമ്മാ നടന്ന ഒരാള് വെറുതെ കിടന്ന് പേരുദോഷം ഉണ്ടാക്കി സ്വർണ്ണക്കള്ള എന്നുള്ള പേരൂടെ വീഴും ഇതിന്റെ കൂട്ടത്തിൽ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മുടെ ഈ തിരുവനന്തപുരത്തെ ED ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടില്ലേ? ED ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത അവര് ED ഉദ്യോഗസ്ഥർ കോടതി കക്ഷി ചേരാൻ അപേക്ഷ കൊടുത്തു. കോടതി കക്ഷി ചേർന്നു. അവരും ഇന്ന് ഹൈക്കോടതിയിൽ ഇത് പരിഗണിച്ചു. ഇയാളുടെ ജാമ്യം റദ്ദാക്കാൻ. ഈ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർ കളിച്ച് ഒരാൾക്ക് ജാമ്യം കിട്ടിയല്ലോ, 9ാം പ്രതി ഹരീഷ് കുമാർ. ഈ ഹരീഷ് കുമാറിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നേതൃത്വത്തിൽ തന്നെ ഹൈക്കോടതി കയറി. ജസ്റ്റിസ് ഡയസിന്റെ ബെഞ്ചാണ്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ അവർ പറഞ്ഞു ഇത് സംഘടിത കുറ്റകൃത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് കോടതി നിഗമനം. അപ്പോൾ മാത്രമല്ല, ഇയാളെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെങ്കിൽ വാദം കേൾക്കണം, കൃത്യമായ വാദം കേൾക്കണം. എന്ത് കാര്യത്തിനാണ്? പിന്നെ നിങ്ങളുടെ ഈ ആരോപണം ശരിയല്ല, ഗീനാകുമാരിക്ക് നോട്ടീസ് അയക്കണം. പ്രോസിക്യൂട്ടറായിരുന്ന ഗീനാകുമാരി ഉണ്ടല്ലോ, അവരാണല്ലോ ഇത് അട്ടിമറിച്ചായിട്ട് പറയുന്നത്. അപ്പോൾ ഗീനാകുമാരിക്ക് നോട്ടീസ് അയക്കാൻ പറ്റില്ല. കാരണം പ്രോസിക്യൂട്ടറുടെ ചുമതലയെന്ന് പറഞ്ഞാൽ ഇവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. കോടതിയാണ് അതിനകത്ത് തീരുമാനം എടുക്കുന്നത്. അതിനകത്ത് അവരുടെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ഇയാളെ കസ്റ്റഡി എടുക്കേണ്ട ആളായിരുന്നു, മേടിച്ച് ചോദ്യം ചെയ്യേണ്ട ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇയാളെ ജാമ്യം കൊടുത്ത് വിട്ടു എന്ന് പറഞ്ഞപ്പോൾ കോടതി വെച്ച് 27 ദിവസം കസ്റ്റഡി ഇരുന്നിട്ട് ഇത്ര നേരം എന്ത് കൊടുക്കുമായിരുന്നു? ചോദിച്ചെല്ലാം പ്രസക്തമായ കാര്യം. അതിനകത്തൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസിന്റെ ഭാഗത്ത് അലംഭാവമുണ്ട്.
പോലീസായി അട്ടിമറിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ED ഇതിനകത്ത് കക്ഷി ചേർന്നത് മനസ്സിലായി. യുവമാർ 2 കൂട്ടരും കൂടെ കൂടി ഇത് അട്ടിമറിക്കുകയാണ്. അത് LDF UDF കൂടെ ചേർന്നാണ്. ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്നല്ലേ ഇവർ പറയാൻ പറ്റത്തുള്ളൂ, അല്ല എന്താ പറയാൻ പറ്റും. ഇതിപ്പോ പ്രോസിക്യൂട്ടറും കോടതിയും കൂടെ ഒത്തു കളിച്ച് ജാമ്യം അട്ടിമറിച്ചെന്ന് പറഞ്ഞ് വേറൊരു ജഡ്ജിയുടെ മുമ്പിലോട്ടായിരുന്നു. ഒരു ജഡ്ജിയൊക്കെ കുറ്റക്കാരാക്കി അവർ വിധി പറയാൻ ഒരു സാധ്യത. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് എടുക്കാം. നഴ്സുമാരുടെ സമരമാണ്. അതെ, അത് വളരെ വൈകാരികമായ തരത്തിലേക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ഞാനൊന്ന് ചുരുക്കി പറയാം. പലർക്കും തെറ്റിദ്ധാരണയാണ് ഈ തൃശ്ശൂർ രൂപതയുടെ മെത്രാൻ മറാണ്ടൂസ് താഴത്ത് അതിശക്തമായ നുണപ്രചരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അതിശക്തമായ നുണപ്രചരണം, അതായത് അവിടെയുള്ള ഈ പറയുന്ന ആശുപത്രി ഒരുപാട് നുണകൾ പറയുക, കംപ്ലീറ്റ് നുണയാണ്. അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നു, അത് ജിഹാദി ചെയ്യുന്നു, ഞാൻ കാശി മേടിച്ചിട്ടാണ് ഇവരെ പിന്തുണയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശമ്പളം, ഇങ്ങനെ ഒരുപാട് നുണകൾ. എന്നിട്ട് ഇന്നലെ ഇപ്പോൾ ഈ ചർച്ച പോലും നുണയാണ്. ഇതെല്ലാം അടിസ്ഥാനപരമായ തെറ്റാണ്. ഇവിടുത്തെ ശമ്പളം തീരെ മോശമൊന്നുമല്ല, മറ്റു ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമ്പോൾ മോശമല്ല, അത് പറയാം. അപ്പം പറയേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ശമ്പളം ഇത്രയും ഭേദപ്പെട്ട ശമ്പളം, അതായത് അപ്പോൾ പോലും ഇവിടെ 25 വർഷം സർവീസുള്ള ഒരാൾക്ക് 40,000 രൂപ 60,000 പറഞ്ഞ് വെറുതെയാണ്. ആദ്യത്തെ ചോദ്യം, ഈ 800+ ബെഡുള്ള ഒരു പ്രദേശം മുഴുവൻ ആശുപത്രി ആയിരിക്കുന്ന വലിയൊരു ആശുപത്രിയിലെ 25 വർഷം പരിചയമുള്ള നേഴ്സിന് 40,000 രൂപ കൊടുത്താൽ മതിയോ? അതുപോരല്ലോ. അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ ചോദ്യം, ഈ 40,000 രൂപയ്ക്ക് ഉയർന്നത് എങ്ങനെയാണ്? 2011 മുതൽ UNA ഉണ്ടായിട്ട് ജൂബിലിയിലൊക്കെ അന്ന് 1000 രൂപയും 2000 രൂപയും ശമ്പളമുള്ളൂ. ഈ അങ്ങോട്ട് കൊടുത്താലേ ട്രെയിനി ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. ആ സ്ഥിതിയിൽ നിന്ന് മാറ്റമുണ്ടായി ഇവര് സമരം നടത്തി ബഹളം വെച്ചുമാണ്. 3, ഇതിനേക്കാൾ ശമ്പളം കിട്ടുന്ന ആശുപത്രിയോട് ചോദിക്കുന്നത് ബിഡിതാണ്, ഇഷ്ടം പോലുണ്ട്. ഇപ്പം കോഴിക്കോട് ബേബി മെമ്മോറിയൽ, അല്ലെങ്കിൽ ആലുവയിലെ രാജഗിരി, ഇവിടേക്ക് ഇതിനേക്കാൾ ആസ്റ്റർ, ഇവിടെയൊക്കെ ശമ്പളം കൂടുതലാണ്, നല്ല ശമ്പളമുള്ളവരാണ്. അതേസമയം അവർക്ക് ഇതിനേക്കാൾ കുറച്ച് കൊടുത്താൽ മതി, കാരണം ബെഡ് കുറവാണ്. സർക്കാർ നിയമം അനുസരിച്ച് ബെഡ് അനുസരിച്ചാണ് സ്കെയിൽ വെച്ചിരിക്കുന്നത്. ബെഡ് അനുസരിച്ചാണെങ്കിൽ ഈ ബിലീവേഴ്സ് ചർച്ചിലൊക്കെ നല്ലപോലെ ശമ്പളം കൊടുക്കുന്നു. അല്ല, അതിനെ അതുകൊണ്ട് ബിലീവേഴ്സിനൊക്കെ ശമ്പളം മറ്റത് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അതാ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത്ര ബെഡ് ഇല്ല, അവർക്ക് ബെഡ് തീർത്തുമില്ല, എന്നിട്ടും കൊടുക്കുന്നുണ്ട്. ആ ബിലീവേഴ്സ് ഒക്കെ നോക്ക്, ബിലീവേഴ്സ് തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. സമരത്തിന് നോട്ടീസ് കൊടുത്തു, അപ്പം തന്നെ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പം തന്നെ ഇവർ പറഞ്ഞു ബേസിക് സാലറി 40,000 ആക്കണം. അവർ പറഞ്ഞു നോക്കൂ, ഞങ്ങളുടെ ക്ലാസ് ഇതാണ്, ഞങ്ങളുടെ ക്ലാസ്സിൽ ഇത്ര ആക്കേണ്ട കാര്യമില്ല. ചർച്ച ചെയ്ത് വളരെ റീസണബിൾ ആയിട്ടൊരു തുകയിൽ അങ്ങ് സെറ്റിൽ ചെയ്തു. അവിടെ അവരെ ഏറ്റവും വലിയ ഗുണം എന്താ, ഈ ഇവർ പ്രഖ്യാപിക്കുമ്പോഴേ അവർ വിളിച്ച് ചർച്ച ചെയ്ത് അവർ ഒരു കാരണവശാലും ഇവർ മറന്നു പോകാത്ത കാര്യം, ഈ 498 ആശുപത്രിയിൽ ഈ 2 ആശുപത്രികളിൽ ബാക്കി എല്ലാവരും സെറ്റിൽ ചെയ്യുന്നതാണ്. എന്നിട്ട് നുണ പറയുന്നു, വ്യാജ പ്രചരണം നടത്തുന്നു, മനുഷ്യരെ കുറിച്ച് വൃത്തികേട് പറയും. ഈ ഞാൻ ഇതിന്റെ ഇടയിലെ കമന്റ് തൊഴിലാളികൾ ഭയങ്കര വർഗീയത. 2 എന്നെ പിടിച്ചിടുന്നത് ഞാൻ ഈ കാശ് മേടിച്ചിട്ടാണ്. എന്നെ അറിയാവുന്നവർക്കും മറുനാടൻ പറയുന്ന ആളുകൾക്കും കൃത്യമായിട്ട് അറിയാം, കാശ് പഠിക്കാൻ നമുക്ക് ഒരുപാട് വഴിയുണ്ട്. പിന്നെ ഇവിടെ പോയി ഈ പറയുന്ന പാവപ്പെട്ട നേഴ്സുമാരുടെ അധ്വാനത്തിന്റെ ഒരു സാധനം, അതെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഞാൻ ഇവർക്ക് ആദ്യകാലത്ത് സംഭാവന അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. ഞാൻ 1 രൂപ, ഇപ്പം ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കാൻ ടിക്കറ്റ് എടുക്കുന്നത്, ഞാൻ ഹോട്ടൽ മുറി എടുക്കുന്നത്, എൻ്റെ കാശ് മുടക്കാൻ ഞാൻ ഹോട്ടൽ എടുക്കുന്നത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം, ഞാൻ ചോദിച്ചാൽ ഒരുപക്ഷെ ജാസ്മിൻ ഷായോ അങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്തു തരുമായിരിക്കും. പക്ഷെ അവരുടെ ഇത് അങ്ങ് പോകില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി മനസ്സിലാകാത്തൊരു കാര്യം ഈ പറയുന്ന ആളുകളോട് പറയട്ടെ, ഇപ്പം ഞാൻ ഒരിടത്തുനിന്ന് ആനുകൂല്യം കൈപ്പറ്റാനാണെങ്കിൽ എനിക്ക് പൈസ തരാതെ തന്നെ ഹോട്ടലിൽ റൂം തരും. അപ്പൊ ഗോകുലത്തിലേക്ക് ഞാൻ പോയി താമസിക്കാൻ പോയപ്പം ആദ്യത്തെ തവണ വളരെ കഷ്ടപ്പെട്ടാണ് പൈസ കൊടുത്തത്, അവർ മേടിക്കുന്നില്ല. അത് സാറോട് വന്നിട്ട് ഞങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ മേളിൽ നിന്ന് ഉത്തരവോട് മേടി. ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. പാരങ്ങ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അവർ മേടിക്കത്തില്ല. ഞാൻ സമരം നടത്തിയാ കാശ് കൊടുക്കുന്നത്. ഈ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് പോയി ഞാൻ പറഞ്ഞു നിംസിൽ മേടിക്കത്തില്ല, ബഹളം വെച്ച് ചെയർമാനെ വിളിച്ചിട്ടാണ് കാശ് മേടിക്കുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് സൗജന്യം പറ്റാനാണെങ്കിൽ ഈ പറയുന്ന പാവപ്പെട്ട നേഴ്സുമാരുടെ മേടിക്കേണ്ട കാര്യം എല്ലായിടത്തുനിന്നും കിട്ടും. ഇത് മനസ്സിലാക്കാതെ പറഞ്ഞത് എനിക്ക് കാശിന്. ഞാൻ പറയുന്നുണ്ടല്ലോ, എന്നെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കുറെ ശ്രമിച്ചിട്ട് വല്ലതും നടന്നോ? ഒന്നും നടന്നു. എന്നിട്ട് ഇപ്പൊ ഒരു പച്ചക്കള്ളം പറഞ്ഞു. ഇതെന്നാ വെച്ചാൽ ഞാൻ അവിടെ ഇതിനകത്ത് ഇടപെടുന്നതാണല്ലോ, ശമ്പളം കൂട്ടി കൊടുക്കാൻ ഇങ്ങനെയുടെ ഈഗോ സമ്മതിക്കുന്നില്ല. അത് ശരി, ഈ ബിഷപ്പിന്റെ. അപ്പൊ ഞാൻ അന്വേഷിച്ചു, ഈ ബിഷപ്പ് അങ്ങനെയാണ്, സകല മനുഷ്യരോടും ഇയാൾ പുള്ളി എല്ലാം നശിപ്പിച്ചാന്ന് പറഞ്ഞു. ജീവൻ TV അടക്കം പുള്ളി അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് ഏതറ്റം വരെ പോയി പക വീട്ടാൻ വേണ്ടി ചെയ്യുന്ന യാതൊരു മനുഷ്യത്വത്തിനകത്തൊരു മനുഷ്യൻ. കർത്താവ് പറഞ്ഞ ഗുണമൊന്നുമില്ല, ഒരു തരത്തിലുമില്ല. അതായത് ബാക്കി മെത്രാന്മാർക്കൊക്കെ ഈ സുഖലോലുപതിയുള്ള മെത്രാന്മാരുണ്ട്, എങ്കിൽ പോലും ജനത്തെ പേടിയുണ്ട്, അല്ല അവർക്കൊരു സഹാനുഭൂതി ഉണ്ട്, വിശ്വാസികളെ പേടിയുണ്ട്. ഇത് അതുമില്ല.
ഇത് എന്തൊക്കെ പറഞ്ഞു, ഗുണ്ടകളെ വിട്ട് ഞാൻ അവിടെ ചെന്ന എനിക്ക് പരിചയമുള്ള ഒരു ടീമിനോട് പറഞ്ഞു, ആ ഗുണ്ടകളെ വെച്ച് ഞാൻ അവരെ അടിച്ചമർത്തുന്നു. ഈ മെത്രാൻ പറഞ്ഞു, ശരി, എനിക്ക് ഗുണ്ടകളുണ്ട് തൃശ്ശൂര്, ഭരണകൂടം എൻ്റെ കൂടെയാണ്, സർക്കാർ ഒന്നുമല്ല, സർക്കാർ ജനങ്ങളുടെ കൂടെയാണ്. ഇതന്നെ ഇന്നലെ സംഭവിച്ചത്. മെത്രാൻ പറഞ്ഞു ചർച്ച ചെയ്യാമെന്ന് വിളിച്ചു. അവിടെ ചെന്നിട്ട് മെത്രാൻ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, സർക്കാരല്ലേ തീരുമാനിക്കുന്നത്. ഇതിപ്പോ കെ മുരളീധരൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോ മിനിമം വേജ് പ്രഖ്യാപിക്കും, നിങ്ങൾ സമരം നിർത്തിക്കോ എന്ന് ഇപ്പൊ വൈകിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് പറഞ്ഞു. അതായത് ഞാൻ ഈ തൊഴിൽ മന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും സംസാരിച്ചാണ് ഈ വിഷയത്തിൽ നേഴ്സുമാർക്ക് അനുകൂലമായ നിലപാടെടുത്ത് ഈ 2 ആശുപത്രിക്ക് മാത്രമേ പിടിവാശിയുള്ളൂ. പിന്നെ ഇതിന് ഇതെല്ലാം ഈ പറയുന്ന കരട് രേഖയൊക്കെ പ്രസിദ്ധീകരിച്ചത് പോലും ഇവർ സമരം നടത്തിയതുകൊണ്ടാണ്. അപ്പൊ ഈ കരട് രേഖയിൽ തീരുമാനമാകുന്നത് വരെയാണ് ഇടക്കാല ആശ്വാസമാണ് കൊടുത്തിരിക്കുന്നത്. ഇവരതിന് തയ്യാറല്ല. ഇവർ ചർച്ചയ്ക്കെന്ന് വിളിച്ച് അവഹേളിക്കുകയാണ്. അതാണ് സംഭവിച്ചത് ഇന്നലെ. അതുകൊണ്ടാണ് ഇന്നലെ വലിയ പ്രശ്നമായിരുന്നില്ലേ, ഇവർ ഞെട്ടിപ്പോയി. അതായത് ഇവരവിടുന്ന് ചർച്ച നടത്തി പരിഹസിച്ചു വിട്ടു. പരിഹസിച്ചു വിട്ടപ്പം ഇപ്പൊ പ്രശ്നം തീരുമെന്ന് കരുതി കാത്തിരുന്ന നേഴ്സുമാരുടെ ഫാമിലി ഉണ്ടല്ലോ, അത് നമുക്കിപ്പം നേരെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് ചെയ്തേക്കാന്ന് പറയും. ഈ ബിഷപ്പ് ഹൗസ് മാർച്ച് നേരത്തെ ആലോചിച്ചപ്പോൾ എതിർത്തിരുന്നവരാണ് ഇപ്പൊ പറഞ്ഞത് നമുക്കിപ്പോൾ മാർച്ച് നടത്താൻ വലിയ വിശ്വാസങ്ങളുണ്ട്. അവരാണ് പറഞ്ഞ് ബിഷപ്പിനെ കണ്ട് സംസാരിച്ചു നോക്കൂ. അങ്ങനെയാണ് ബിഷപ്പിനോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് അവസരം കൊടുത്തത്. എന്നിട്ട് ഇദ്ദേഹം അമേരിക്കയ്ക്ക് പോയി 2 ദിവസമാകും. അതിന് മുന്നോടിയായിട്ടാണ് സമയം നീട്ടി തരാൻ വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്തത്. അപ്പൊ എന്നിട്ട് ഇവർ മാർച്ച് ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ ഇവരെ ഞെട്ടിച്ചോണ്ട് ഇവർ കരുതുന്നത് എന്താണ്, ഇവർ കുറെ ഈ ജിഹാദികൾ മാത്രം സമരം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം വിശ്വാസികളെല്ലാം കൂടെ ഇവരെ തല്ലി ഓടിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇവരെ ശ്രമം നടത്തി. പക്ഷെ വിശ്വാസികളെല്ലാം അങ്ങോട്ട് ഒഴുകിയെത്തി ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് നേഴ്സുമാർക്ക് പിന്തുണ കൊടുത്തോണ്ട് ഞെട്ടിപ്പോയി. ഇവർ കരുതിയിരുന്നത് ഇവര് എല്ലായിടത്തും നാളെ എത്തിച്ച് നേഴ്സുമാരെ തല്ലി ഓടിക്കുന്നു. പക്ഷെ അവസാനം രാത്രി മുഴുവൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സകലം വന്ന് കളക്ടർ ഇവിടെ വന്ന് രാവിലെ 3:30 മണിക്ക് കളക്ടർ പരസ്യമായി ഞങ്ങൾ 3-4 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും ഞാൻ പറയാം. എന്താ ഇതുമായിട്ട് നിങ്ങൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല, ഇതിനകത്തൂടെ ഇവരെ ഈ സമരം അട്ടിമറിക്കാൻ വേണ്ടി ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇന്നലെ അവരുടെ ഡയറക്ടർ അച്ഛൻ, ജൂബിലന്റ് ഡയറക്ടർ അച്ഛൻ പച്ചക്കള്ളം ഇങ്ങനെ ഞെളിഞ്ഞിരുന്നോണ്ട് പറയുന്നത് കേട്ടോ. ഈ ഡയറക്ടർ അച്ഛൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. അപ്പൊ ഇവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ അവർ പറയും, നമ്മള് കാഷ്വാലിറ്റിക്ക് തടയാൻ ശ്രമിച്ചു, രോഗികളുടെ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിച്ചു, 3-ാം നമ്പർ ഗേറ്റ്, ഇതൊക്കെ കള്ള. സത്യം പറഞ്ഞാൽ ഈ ജൂബിലിയിലെയോ അമലയിലോ നേഴ്സുമാർ വിചാരിച്ചാൽ ആശുപത്രി പ്രവർത്തിക്കത്തേയില്ല. പക്ഷേ അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും 3-1 പേർ ബാക്കി കാണും, ബാക്കിയുള്ളൊരു സമരത്തിന് എടുത്തു. കാരണം ഈ ജീവന്റെ പ്രശ്നം, ഏതെങ്കിലും ഒരു രോഗി മരിച്ചാൽ ഇവർക്ക് ഉത്തരവാദിത്വം. മാത്രമല്ല ഇവർ കണ്ണിച്ചോറിയില്ലാത്ത മനുഷ്യരാണ്. ഇവരെല്ലാം കൂടെ സമരത്തിന് ഇറങ്ങിയാൽ അവർ വേണേ അവിടെ കിടക്കുന്ന ആരും ഞെക്കി കൊല്ലും. അങ്ങനത്തെ ടീംസാണ്. കൊന്നു കഴിഞ്ഞിട്ട് പറയും, കണ്ടോ നേഴ്സുമാർ സമരം നടത്തി, രോഗി മരിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇളക്കി വിടും. അതുപോലെ തന്നെ ഈ ആശുപത്രി ആയതുകൊണ്ട് ഇപ്പം കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന ഒരാളെ തടയുന്ന സാഹചര്യം ഉണ്ടായാലോ, ആംബുലൻസ് തടയുന്ന സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് ജനവികാരം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവർ വളരെ സൂക്ഷ്മമായി ആശുപത്രി പ്രവർത്തനം തടസ്സപ്പെടാത്ത തരത്തിലാണ് സമരം ചെയ്യുന്നത്. ഇവരങ്ങ് തീരുമാനിച്ചെന്ന് വെച്ചോളൂ, ഇതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. പണ്ട് ഓർമ്മയുണ്ടോ, മറ്റേ KSEBക്കാർ മറ്റേ ട്രാൻസ്ഫോമറിന്റെ തുപ്പ് വരിയിട്ടുണ്ട്. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തില് വൈദ്യുതി ബോർഡ് KSEBയുടെ സമരം നടക്കും. ഇവന്മാർ ഈ ലൈൻമാൻമാരൊക്കെ കൊണ്ടുപോയി ഈ ട്രാൻസ്ഫോമറിന്റെ തുപ്പ് വരിയിട്ട് കംപ്ലീറ്റ് നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് പിന്നെ അവര് തന്നെ ഇത് നന്നാക്കി കൊടുക്കേണ്ടി വേറൊരു കാര്യം. അപ്പൊ ഇവര് ഈ ആശുപത്രി ആരെയും പ്രവേശിപ്പിക്കുന്നതിന് തീരുമാനിച്ച വളരെ സിമ്പിളാണ്. നേരത്തെ പ്രഖ്യാപിക്കുക, വാർത്ത കൊടുക്കുക, ഇന്ന ദിവസം മുതൽ ഞങ്ങൾ ആശുപത്രി പൂർണ്ണമായി ഉപരോധിക്കുകയാണ്, ആരും ഇങ്ങോട്ട് വന്നേ. തൃശ്ശൂർ വേറെ ആശുപത്രി ഉണ്ടല്ലോ, ആരും ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഈ ആശുപത്രി ഇടപാട് തീരും. ഈ ആശുപത്രിയിൽ ഒരു രോഗി വരാത്ത സാഹചര്യം. കാരണം നിങ്ങളുടെയോ എന്റെയോ ഒരു ബന്ധുവിനെ ഒരു സമരം നടക്കുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകത്തില്ല, റിസ്ക് അല്ല. ഇപ്പൊ പോലും വലിയ റിസ്ക്കാണ് അവിടെ ചികിത്സിക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ, ഈ പറയുന്ന ക്വാളിഫൈഡ് ആയിട്ട് നേഴ്സുമാരല്ല പലയിടത്തും. ഈ നേഴ്സിംഗ് സ്റ്റുഡൻസും ഈ പറയുന്ന കടമെടുക്കുന്ന ആൾക്കാരൊക്കെ ചികിത്സിക്കുന്നത്. ഇതെങ്കിൽ തട്ടിമുട്ടിക്കൊണ്ട് അവൻ ആകെപ്പാടെ ഈ ആശുപത്രി പ്രത്യേകം അതാണ്. ഈ ആശുപത്രി കമ്പാരിറ്റീവ്ലി നിരക്ക് കുറവാണ്, ഈ ചികിത്സാ ചെലവ് മറ്റ് പല കോർപ്പറേറ്റ് ആശുപത്രികളെ കുറവാണ്. ഇത് നമ്മളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ആശുപത്രികളുടെ അത്രയും പിടിവാശി ഇല്ല. ഒന്ന് ചർച്ച ചെയ്യാം, നമുക്ക് സംസാരം. പക്ഷെ ഇവർ പിടിവാശിയ കാരണം ഇവരുടെ ലക്ഷ്യം ഇവരുടെ മെയിൻ ലക്ഷ്യം ഇതൊന്നുമല്ല. ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇവർക്ക് കോൺട്രാക്ട് വ്യവസ്ഥ കൊണ്ടുവരണം. 3 വർഷമാകുമ്പം കോൺട്രാക്ട് പുതുക്കും. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ 3 കൊല്ലം സീനിയോറിറ്റി ഉണ്ടാവത്തുള്ളൂ, അവരെ അങ്ങ് വിടും. ഒന്നെങ്കിൽ വീട് വന്നിട്ട് പുതിയ കോൺട്രാക്ട് കൊടുക്കും, അല്ല വീണ്ടും ആദ്യം തൊട്ടെടുക്കും. അതാ പറഞ്ഞു, പുതിയ കോൺട്രാക്ട് വീണ്ടും 3 കൊല്ലമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ കുഴപ്പക്കാരെ പിരിച്ചുവിടും. അപ്പൊ ഇത്തരം വിഷയമാണ് ഇപ്പോഴും ബാക്കി കിടക്കുന്നത്. ഇതിപ്പോ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമ ദിനപത്രത്തിൽ ഇത് തന്നെ ഇതാ നടക്കുന്നത്. അപ്പം
ഇങ്ങനൊരു വലിയ വിഷയത്തിൽ ആകെപ്പാടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റതൊക്കെ ഇൻഡിവിജ്വൽ മാനേജ്മെന്റ് ആണെങ്കിൽ ഇത് സഭയുടെ ആയത് കാരണം ഈ മെത്രാനെ പിണക്കാൻ എല്ലാവർക്കും പേടിയാണ്. ഞാൻ മന്ത്രിമാരോടൊക്കെ സംസാരിച്ചു. അതെ ഞങ്ങൾ രാവിലെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ നമ്മളിത് പറഞ്ഞു. സർക്കാരിന് ഇപ്പോഴും പേടിയാണ്. ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ പിണക്കാൻ പേടി. വെള്ളാപ്പള്ളിയോട് ആരുമില്ല. അതെ, ആരും ഇല്ലാഞ്ഞിട്ട് പോലും അതിലെ പേടിയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു SIT രൂപീകരിക്കുന്ന കാര്യം എന്തായിരുന്നു. SIT അതെന്തോ സാധനമെന്ന് പുള്ളി ചോദിച്ചു. അത് മാധ്യമപ്രവർത്തകരെ അവഹേളിക്കുന്ന ചോദ്യമായി പുള്ളി ചോദിച്ചത്. അത് രമേശ് ചെന്നിത്തല ഭയങ്കര പവർഫുൾ ആയിട്ട് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കും. അതാ അയാളെ സംരക്ഷിക്കുന്ന അനുസരിച്ച് ഇവരുടെ ഈ ഈഴവ സമുദായത്തിൽ ഈ നേതാക്കൾക്കും മന്ത്രിമാർക്കും ഉള്ള ഒരു പിടിയായാണ്. മനസ്സിലാകാത്ത കാര്യം അത് അവർക്ക് മനസ്സിലാവുന്നു. നേതാക്കൾക്ക് ഉള്ള പിന്തുണ ജനങ്ങൾ നേതാക്കളെ പിന്തുണയ്ക്കുന്നില്ലെന്നല്ല. ഇവിടെ അങ്ങനെ തന്നെയാണ്. തൃശ്ശൂർ ഉപതിയിലെ ഭൂരിപക്ഷം വിശ്വാസികളും ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പ്രതികരണ. അതായത് തൃശ്ശൂർ രൂപതയിലെ നേഴ്സുമാരുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, കേരളത്തിലും അല്ലെങ്കിൽ ആഗോള വ്യാപകമായി നേഴ്സുമാരുടെ കുടുംബാംഗങ്ങൾ പള്ളി നേർച്ച കൊടുക്കണമെന്ന് വെച്ചാൽ തീർന്നു. നേരത്തെ പണം ചെന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കുന്നത് ഇപ്പം ബ്രിട്ടനിലെ രൂപതയുണ്ട് സീറോ മലബാർ. ഇതിൽ പോയിരുന്ന 90% പൈസയും വരുന്നത് നേഴ്സുമാരുടെ ഫാമിലിയിൽ നിന്നാണ്. അത് എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഡയറക്റ്റ് ഡെബിറ്റ് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൽക്കാലം ഈ കേസ് നിർക്കാതെ പൈസ തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടനിലെ സീറോ മലബാർ രൂപത പൊട്ടിപ്പോകും. ഇത് തന്നെയാണ് അമേരിക്ക, ഇത് തന്നെയാണ് ഓസ്ട്രേലിയ, ഇത് തന്നെയാണ് കാനഡ. ഇവിടെയെല്ലാം ഈ സീറോ മലബാർ സഭ രൂപതയുണ്ട്. അത് മാത്രമല്ല ഈ ക്രിസ്ത്യാനികളല്ലേ കൂടുതൽ 90% ക്രിസ്ത്യാനികളാണ്. അപ്പൊ അതിൽ ഈ ക്രിസ്ത്യാനികളായ നേഴ്സുമാരും അവരുടെ ഒരു കുടുംബത്തിൽ ഒരു നേഴ്സെങ്കിലും ഇല്ലാത്ത ആരുമില്ല. അതായത് പള്ളി തൽക്കാലം നേർച്ച ഇടണ്ട, നേഴ്സിംഗ് ഫാമിലി സഭ കുത്തുവാള എടുക്കും. കാരണം നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയായിട്ട് അത്രമേൽ ഇതൊരൊറ്റ മെത്രാന്റെ പിടിവാശി കൊണ്ട്. ഞാൻ പറയുന്നത് മെത്രാനെ തിരുത്താനും തയ്യാറല്ലേ? അപ്പൊ മെത്രാൻ മേജർ ആർച്ച് ബിഷപ്പിനെ ആദരിക്കുന്ന ആളല്ല. മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ തലവനാണ്. അത് മാർ ആറഞ്ചേരി റിട്ടയർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചപ്പോൾ പകരം വന്ന് മാർ റാഫേൽ തട്ടിലാണ് സീറോ മലബാർ സ്ഥലം. ഇദ്ദേഹം തൃശ്ശൂർ രൂപതക്കാരനാണ്. ഈ തൃശ്ശൂർ രൂപതയിൽ എന്നേക്കാൾ വലിയൊരു സിംഹം വേണ്ട എന്നാണ് ഇപ്പോഴും മേജർ ആർച്ച് ബിഷപ്പിനെ ബഹുമാനത്തോടെ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറില്ല. ഇദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് ആണെന്ന് ഓർത്തിരുന്നാണ്, ആയില്ല. അതിന്റെ കലിപ്പുണ്ട്. ആ മേജർ ആർച്ച് ബിഷപ്പിനെ അംഗീകരിക്കാത്ത ഒരാൾ ഇവിടെ വന്ന് ഈ തൃശ്ശൂർ രൂപതയുടെ മെത്രാനായിട്ടിരുന്ന ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഈ ഹൈക്കോടതി ജഡ്ജ്, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കാര്യം, ഹൈക്കോടതി ജഡ്ജിമാരെക്കാൾ വലിയ ആളാണ് സുപ്രീം കോടതി ജഡ്ജി. പക്ഷെ സുപ്രീം കോടതി ജഡ്ജിന് ഹൈക്കോടതി ജഡ്ജിന്മാർ അധികാരമില്ല. ഓരോ ഹൈക്കോടതി ജഡ്ജും ഇൻഡിവിജ്വലി പവർഫുൾ ആണ്. ഭരണഘടന ഒരു ഹൈക്കോടതി ജഡ്ജിനെ പുറത്താക്കണേ പാർലമെന്റ് ഇംപീച്ച് ചെയ്യണം, അത് വേണം. അല്ലാതെ സുപ്രീം കോടതിക്ക് പണിഷ് ചെയ്യാനോ പുറത്താക്കാനോ പറ്റത്തില്ല. ഇതേ ഒരു സിസ്റ്റമാണ് ഈ മെത്രാന്മാരുടെ. ഒരു മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ടെങ്കിലും ഓരോ രൂപതയിലെ മെത്രാനും ഇൻഡിവിജ്വലി സ്വതന്ത്രനാണ്. അവരവിടെ അങ്ങ് ഭരിക്കും. ആ ഭരണം അവർ റിട്ടയർ ചെയ്യുന്നതിന് വരെയാണ്. ഒരാൾ അധികാരത്തിൽ മൈൻഡ് ചെയ്യത്തില്ല. ഇതിന്റെ പേരിൽ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛന്മാർക്ക് അങ്ങനെയല്ല, 3 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രൂപതയുടെ കീഴിലുള്ള അധികാരപരിധിയിലാണ്. പക്ഷെ മെത്രാന്റെ അധികാരപരിധി മെത്രാൻ റിട്ടയർ ചെയ്യുന്നവരാളുടെ അധികാരപരിധിയാണ്. അപേക്ഷിക്കാം എന്നല്ലാതെ ഈ ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജി അതേ രീതിയാണ്. മേജർ ആർച്ച് ബിഷപ്പിന് അധികാരം ഉണ്ടോ ചോദിച്ചോണ്ട് സുപ്രീം കോടതി ജഡ്ജിക്ക് അധികാരം കൂടുതലുണ്ട്. പുള്ളി അധികാരം ആസ്വദിക്കുന്നു. അതാണ് പ്രശ്നം. അത് ഒരാളും പറയുന്ന കേൾക്കേണ്ട കാര്യം പുള്ളിക്കില്ല. ഇനിയിപ്പോ കുഞ്ഞാടുകൾ പറയട്ടോ, പിന്നെ വിശ്വാസികൾ പറയട്ടോ, ഒരു കാര്യം ഇതിന്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പതിയെ നേഴ്സുമാരുടെ കുടുംബാംഗങ്ങൾ പള്ളിക്ക് കൊടുക്കുന്ന പൈസ നിർത്താൻ തീരുമാനിച്ചാൽ തീർന്നു. അതോടെ പുള്ളി ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. ഈ പുള്ളിക്ക് വിഷയത്തിന് പുള്ളി ഡിസംബർ രാജിയൊക്കെ പുള്ളിയുടെ പിടിവാശിയാണ്. പുള്ളി പ്രായം 75 വയസ്സ് റിട്ടയർ ആവും. അങ്ങനെയുണ്ട്, പ്രായപരിധിയുണ്ട്. ചില ആളുകളുണ്ടല്ലോ, അതായത് നശിച്ചാലും ഈ പഴയ കാരണവന്മാരോ പിണറായി വിജയൻ അങ്ങനെയായിരുന്നു. അതെ, പാർട്ടി ഇല്ലാതായാലും ഞാൻ എന്റെ വാശി ജയിക്കും. അതേ രീതിയാണ് പുള്ളിക്ക്. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഞാൻ കീഴടങ്ങത്തില്ല. ഈ ഊള നേഴ്സുമാരുടെ കൂടെ ഞാൻ എന്തിനാന്ന് രീതിയാണ് ആറ്റിറ്റ്യൂഡ് ഇയാൾക്കുള്ളത്. എന്തായാലും ഭയപ്പെടുത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ മെത്രാൻ തിരുമേനിക്കുള്ളത്. തിരുമേനി എന്നൊക്കെ ഇപ്പം ബഹുമാനോട് നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല. വിശ്വാസി ആയതുകൊണ്ട് വിളിക്കുന്നതാണ്. കഷ്ടമാണ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇത്തരത്തിലുള്ള അഹങ്കാരികളാണ് എക്കാലത്തും ഈ കത്തോലിക്ക സഭയെ നശിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സഭ ഇല്ലാതായി. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അഹങ്കാരികളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സൽബുദ്ധി തോന്നാൻ ദൈവം തമ്പുരാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.